ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വാട്ടർ ഫോറസ്റ്റിലേക്കാണ്. അത് ചിൻഷാൻഹു വാട്ടർ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ചൈനയിലെ അതിമനോഹരങ്ങളായ 10 സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്റ്റാഫ്, ചൈനീസ് സ്റ്റാഫ് കൂടെ ഉണ്ട്. എല്ലാം ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ഈസാക്കാൻ വേണ്ടിയിട്ട്. അത് അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്, വലിയൊരു ബോട്ടിങ്. ലേക്കിലേക്ക് അകത്തൊക്കെ കറങ്ങി നടക്കാനുള്ള ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അതായത് ഒത്തിരി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കയറുമ്പോൾ ഞങ്ങൾ ആൾറെഡി അത് ബുക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ വേറെ ഒരു നമുക്ക് കയാക്കിംഗ് പോലുള്ള സൗകര്യങ്ങളുണ്ട്. അതാണ് അതിമനോഹരം. അതിന്റെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി നമ്മളൊന്ന് സൈഡിലേക്ക് അതിനും മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് അതിലേക്ക് കടക്കാമെന്ന് കരുതി. ഇത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എടുത്തകത്ത് കയറുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് ആ കുട്ടി ആൾറെഡി ബുക്ക് ചെയ്തിരുന്നതിനാൽ അത് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറിയാൽ മാത്രം മതി. അപ്പൊ ഞങ്ങൾ 3 പേരും അതിലേക്ക് കടക്കുന്ന കാഴ്ചയാണത്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന അതിമനോഹരമായ കാഴ്ചകളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായ കാഴ്ചകൾ കാണുന്നത്. പൈൻ മരങ്ങളുടെ ഇടയിൽ വെള്ളത്തിൽ പായലും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. അത് കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇതുപോലെ കണ്ണിന് കുളിർമയാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച, നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. ഇത് അവിടെ കുറേ ഇതര തരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അത് ആക്ച്വലി നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ അങ്ങനെ അവരെ റെസ്ട്രിക്ട് ചെയ്തോ കൂട്ടിലടച്ചോ ഒന്നുമല്ല വച്ചിരിക്കുന്നത്. ഈ പക്ഷികളൊക്കെ ആ ഫോറസ്റ്റിന്റെ ഇടയിലുണ്ട്. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ മാനൊക്കെ കാണാം. പക്ഷെ മാനുകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പോകാം, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം അതിനെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്
അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും ത്രില്ലായിപ്പോയി അത് കണ്ടിട്ട്. നല്ല കുറച്ച് മനോഹരമായ വീഡിയോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ കയറ്റിയിടാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ പറ്റിയത്. ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫിലിപ്പീൻസ്, കൊറിയ അങ്ങനെയുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു റൊമാൻറ്റിക് വീഡിയോ ആ കുട്ടി എടുത്തു തന്നു. പക്ഷെ റൊമാൻറ്റിക് ആണോ ഇല്ലയോ എന്നറിയില്ല. ഞങ്ങൾ നടന്നു കൊടുത്തു. ഫൈനലി എന്തായെന്ന് അറിയില്ല. നടന്നു വരുന്നതായിട്ടൊരു വീഡിയോ എടുത്ത്, കാരണം അത്രയ്ക്കും സുന്ദരമാണ് ആ സ്ഥലം. അവര് ഈ ഒരു ഫോറസ്റ്റിലെ ലേക്കിന്റെ മുകളിൽ കൂടെ കംപ്ലീറ്റ് നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാം. ശാന്തമായ സ്ഥലം, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാനും അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് രസിക്കാനും ഒക്കെയുള്ള, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമാണ്, കണ്ണിന് അത്രയും കുളിർമ തരുന്ന ഒരു കാഴ്ചകളാണ്. അതായത് എത്ര ചൂടുള്ള ഒരു വെയിലുള്ള ഒരു ടൈമാണെങ്കിലും ആ കാടിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ചൂടുള്ള ഒരു ദിവസമല്ല. ഒരു 20 ഡിഗ്രി 21 ഡിഗ്രി ഞങ്ങളുടെ ഇവിടെ ടെമ്പറേച്ചറുള്ളൂ. എന്നാലും വെയിലില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. ഇവിടെ മാനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു പ്രതിമ മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ. വേറെ മാനുകളെ ഒന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. പിന്നെ അത് കണ്ടില്ലേലും ഞങ്ങൾക്ക് അത്രയ്ക്കും മനോഹരമായ മറ്റുള്ള കാഴ്ചകൾ കണ്ടു തന്നെ വളരെ നല്ല കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. ഇത് നിറയെ മരങ്ങളുണ്ട്. അതില് വെള്ളത്തിലാണ് മരങ്ങൾ നിൽക്കുന്നത്. ആ വെള്ളത്തിലാണെങ്കിൽ നിറയെ ചെറിയ പായലുകൾ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ പുൽത്തകടി പോലെ നമുക്ക് തോന്നും. പക്ഷെ അതെല്ലാം വെള്ളമാണ്. വെള്ളത്തിനുള്ളിലും മരങ്ങൾ നിൽക്കുന്നതാണ്. വെള്ളം കയറി അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് ഈ സൈഡിലുള്ള കാഴ്ചകളാണ് മനോഹരം. ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നുണ്ട്. അത് വള്ളത്തിൽ നമുക്ക് ഈ പായലിന്റെ ഇടയിലും ഈ മരത്തിന്റെ ഇടയിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും കാഴ്ചയും അതിമനോഹരമാണ്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ.
പക്ഷെ നടക്കുന്നത് നമുക്ക് അത്ര ബോറായി തോന്നില്ല. കാരണം രണ്ട് സൈഡിലും അത്രയ്ക്കും മനോഹരമാണ് കാഴ്ചകൾ. ഞങ്ങളതെല്ലാം കണ്ട് ബോട്ടിങ്ങിന്റെ സ്ഥലത്തേക്ക് നടക്കുകയാണ്. കയാക്കിങ് ചെയ്തു പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ തന്നെ വന്നതാണ്. കാരണം ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഫോട്ടോകളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിലും വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അവിചാരിതമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതാണ്. ജസ്റ്റ് ഒരു പുറത്തേക്ക് പോലുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമെന്നും വിചാരിച്ചില്ല. ഭയങ്കര മനോഹരം. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഡിസ്റ്റൻസ് ആണ്. ഒരു 98 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം ബോട്ടിങ്ങിന്റെ സ്ഥലത്തേക്കുള്ള ഏരിയയിലേക്ക് ഞങ്ങൾ പതുക്കെ കടക്കുകയാണ്. ഇനി പതുക്കെ ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങ് പോകണം. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwined with the trees. ഇതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ അതെനിക്കുള്ളത്. ഞങ്ങൾ ആദ്യം ഒന്ന് പോയിട്ട് അവിടേക്കൊന്ന് കറങ്ങി നടന്ന് നോക്കി, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ചുറ്റി വരാമെന്ന് കരുതി നമ്മൾ പതുക്കെ അവിടുന്ന് മറ്റേ സൈഡിലേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആൾറെഡി ഒരു വലിയ ബോട്ടിന്റെ ബുക്കിംഗ് ചെയ്തിരുന്നു. പിന്നെ അതിലേക്ക് താല്പര്യമില്ലാത്തതിനാൽ നമ്മൾ പതുക്കെ അത് ക്യാൻസൽ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. കയാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് ജസ്റ്റ് എല്ലാവരെയും ഗ്രൂപ്പായി ബോട്ടിൽ കയറ്റി ആ ലേക്കിൽ കൂടെ ചുറ്റിക്കറങ്ങി വരുന്ന 1 മണിക്കൂറുള്ള ഒരു ബോട്ട് യാത്രയാണ്. അത് മനോഹരം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഈ കയാക്കിങ് ചെയ്യുക, ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ അതിമനോഹരമായ കുറച്ച് വീഡിയോസ് എടുക്കുക എന്നുള്ള ഉദ്ദേശവും ആ കാഴ്ചകൾ ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹത്തോട് വന്നതിനാൽ ഞങ്ങൾ ഈ ബോട്ടിൽ കയറി സമയം കളയണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ പതുക്കെ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ഒരാൾക്ക് 120 RMB ആയിരുന്നു, എന്നുവെച്ചാൽ 1400 രൂപയോളം വരും. അതുപോലെ 2 പേർക്ക് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ 220 RMB ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫ് ഒരു ബോട്ടിലും ഞങ്ങൾ 2 പേരും വേറൊരു ബോട്ടിലുമായിട്ട് പോകാൻ തീരുമാനിച്ചു. ഇത് ഇതിനകത്ത് കയറി ഇരുന്നാല് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇതിനകത്തൊരു സേഫ്റ്റി ജാക്കറ്റ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ വേറെ ഒരു ഇതുമില്ല. അപ്പൊ അതിനകത്ത് കയറി അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറിയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇതിൽ പോകുന്ന കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ ഞങ്ങള് യാത്ര തുടർന്നു. ഇതാണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അത്ര മനോഹരമായിരുന്നു. ബോട്ടിലൂടെ അങ്ങനെ ഇത് ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു.
ഒത്തിരി ഉള്ളിലേക്ക് ഞങ്ങൾ പോയി. അവര് 1 hour ആയിരുന്നു ഞങ്ങൾക്ക് സമയം തന്നിരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷെ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം അതിൽ ഇങ്ങനെ തുഴഞ്ഞു നടന്നു. അതിനുശേഷം ഞങ്ങള് ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1/2 hour അവിടെ റെസ്റ്റ് ചെയ്തു. കാരണം ഇത് ഫസ്റ്റ് ടൈം ഉള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ തുഴഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പൊ അത് കാരണം ഒരു 1/2 hour അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നത്. ഞങ്ങളങ്ങനെ തിരിച്ചുള്ള യാത്രയാണ്. അതാ പോകുന്ന ആള് ബസ്സുകളുമായിട്ട് ഒത്തിരി ടൂറിസ്റ്റുകാരെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെ ബസ് നമ്പർ എഴുതി അവരിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അവിടെ കയറ്റി നടക്കുന്ന ബസ്സിലുള്ള ആൾക്കാരായിരിക്കും അവരോട് പറയുന്നതാണ് പെട്ടെന്ന് തന്നെ കയറ്, മുകളിലേക്ക് പോകുന്ന സമയമായി എന്നൊക്കെ ആയിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ ഒത്തിരി രാജ്യക്കാരവിടെ വരുന്നുണ്ട് കേട്ടോ. ഫിലിപ്പീൻസ്, കൊറിയ, തായ്ലാന്റ്, അങ്ങനെ ഓരോരോ ബസ്സിലായിരിക്കും അവരൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് കറക്കാൻ വരുന്ന ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണിത്. ഇതൊരു രാവിലെ ഇവിടുത്തെ ഒരു 8:30 മുതൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇത് അടയ്ക്കും. കാരണം പിന്നെ ഇതിനകത്തേക്ക് എൻട്രി കൊടുക്കില്ല. കാരണം വെള്ളമൊക്കെ ഉള്ള സ്ഥലം, സേഫ്റ്റിയുടെ പുറത്ത് അവർ 5 മണിയാകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലേക്കുള്ള എൻട്രി റെസ്ട്രിക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകേണ്ട സമയം.
I'm all about words. യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലേക്ക് ഇവിടെ നിന്നും ബസ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. 10 RMB കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടം വരെ കൊണ്ടുപോയി ഒരു വിടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ബസ്സിലാണ് ഞങ്ങൾ കയറിപ്പോയത്. Not about lyrics. I'd suggest imagining soft finger picking. അതിന് ശേഷമുള്ള കാഴ്ചകളാണ്. ഞങ്ങളിങ്ങനെ അത് വീഡിയോ എടുത്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. Melodic bends reminiscent of waves rolling ash rolling ashore. A subtle pock of beat could mimic the rhythm of distant tides. Let the absence of vocals create room for the guitar to tell its own serene story, simple, tranquil, flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നാളെ വീണ്ടും ഇതിൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.